ലെറ്റ്യൂസ് എഡ്യു ടിപ്സ്. PC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. ഇതിന് മുൻപായിട്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, വ്യാവസായിക വിപ്ലവം എന്നിങ്ങനെ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടേതായിട്ട് കവർ ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ പറയട്ടെ, 5 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളുടെ ഒരു വീഡിയോ വരുന്നത്, അല്ലേ? എനിക്ക് ഒട്ടും സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് എത്ര ആത്മാർത്ഥതയോടെയാണോ ക്ലാസ് ചെയ്തത്, അതിനേക്കാൾ ഭംഗിയായിട്ട് ക്ലാസ്സുകൾ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ നടന്നില്ല. സാരമില്ല. ഇനിയിപ്പോൾ 18-ാം തീയതി എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ മെയ് 22 ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും ഉള്ള സമയത്ത് പഠിക്കാൻ നോക്കുക. ഏതായാലും 12th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് റിവിഷനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് റിവിഷൻ ചെയ്യണം. ഓക്കെ, മെയ് 22 പരീക്ഷയെങ്കിൽ നമ്മളൊരു മെയ് മാസം തുടങ്ങിയതിന് ശേഷം തന്നെ നമ്മൾ റിവിഷനിലേക്ക് പോകും. സോ അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ തന്നെ പഠിച്ചു പോവുക. സർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ USSRന്റെ രൂപീകരണത്തിലേക്കുള്ള റഷ്യയുടെ വളർച്ച സംഭവബഹുലമായിരുന്നു. നമുക്കറിയാം, റഷ്യ ഭരിച്ചിരുന്നത് സർ ചക്രവർത്തിമാരായിരുന്നു, അല്ലെ? അത് PSC പണ്ട് ചോദിച്ചിട്ടുണ്ട്, സർ ചക്രവർത്തിമാരെ കുറിച്ച്. അപ്പോൾ റഷ്യ ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ഇത് സർ രാജവംശം, അല്ലെങ്കിൽ സർ ചക്രവർത്തിമാരായിരുന്നു റഷ്യ ഭരിച്ചിരുന്നത്. അപ്പം അവരുടെ ദുർഭരണം തന്നെയായിരുന്നു 1917 റഷ്യൻ വിപ്ലവത്തിന്റെ നിദാനമായ ഘടകം എന്ന് പറയുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് റഷ്യൻ വിപ്ലവം നടന്നത്. 1917 മാർച്ചില് മെൻഷെവിക് പാർട്ടിയുടെ ലീഡറായിരുന്ന കരോസ്കിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ 1917 നവംബറിൽ ബോൾഷെവിക്കുകളുടെ നേതാവായിരുന്ന ലെനിന്റെ നേതൃത്വത്തിലും, ഇങ്ങനെ 1917 തന്നെ 2 കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, 2 പ്രാവശ്യമായിട്ടാണ് അല്ലെങ്കിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് റഷ്യൻ റവല്യൂഷൻ നടന്നത്. അപ്പൊ റഷ്യൻ റവല്യൂഷന്റെ കാരണം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? സർ ചക്രവർത്തിമാരുടെ ദുർഭരണമായിരുന്നു. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമൻ, പേരോർത്ത് വെച്ചോണം, നിക്കോളസ് രണ്ടാമൻ ഫ്രഞ്ചിലെ ലൂയി 14 അങ്ങേയറ്റം അഴിമതി നിറഞ്ഞ ഭരണകർത്താവായിരുന്നു. ഈ സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ, അതായത് സറിന്റെ ഓപ്പോസിറ്റ് നമ്മൾ സറീന എന്ന് വിളിക്കും, അദ്ദേഹത്തിന്റെ ഭാര്യയായ സറീന, അതായത് അലക്സാണ്ട്രിയയുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു രാജ്യം ഇവരുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭരിച്ചിരുന്നത് വിശുദ്ധനായ പിശാച് എന്നൊക്കെ അറിയപ്പെടുന്ന സന്യാസിയായിട്ടുള്ള റസ്പുടിൻ ആയിരുന്നു. ചക്രവർത്തിയും ഭാര്യയും റസ്പുടിന്റെ നിയന്ത്രണത്തിലായിരുന്നു, അല്ലെങ്കിൽ റസ്പുടിൻ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ പല നയങ്ങൾ പോലും മാറ്റിവെക്കേണ്ടതായിട്ടും അതുപോലെ തന്നെ പല നയങ്ങളിലും മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടും വന്നു. അങ്ങനെ വളരെ അധികം അഴിമതി നിറഞ്ഞ ഭരണം, അല്ലെങ്കിൽ വളരെ അങ്ങേയറ്റത്തെ ദുർഭരണമാണ് നിക്കോളസ് രണ്ടാമന്റെ നിയന്ത്രണത്തിന് കീഴില് റഷ്യയിൽ നടന്നിരുന്നത്. ഈ സമയത്ത് റഷ്യയിലെ കർഷകരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു ഈ സമയത്ത് റഷ്യയിൽ നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ പോലും റഷ്യയിൽ വ്യവസായവൽക്കരണം മന്ദഗതിയിലായിരുന്നു. വ്യവസായവൽക്കരണം നമ്മൾ വ്യവസായ വിപ്ലവ സമയത്ത് നമുക്ക് മനസ്സിലാക്കിയതാണ് എന്താണ് വ്യവസായവൽക്കരണം എന്നുള്ളത്. അപ്പം ഈ 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ പോലും റഷ്യയിൽ എന്തായിരുന്നു? വ്യവസായവൽക്കരണം മന്ദഗതിയിൽ തന്നെ തുടർന്നു പോന്നിരുന്നു. സാമൂഹ്യപരമായി റഷ്യയിൽ വളരെയേറെ അസമത്വങ്ങൾ നിറഞ്ഞു വന്നിരുന്നു. ഈ സമയത്താണ് 1904, 1905 കാലഘട്ടങ്ങളിൽ റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടു. ഒരു വലിയ രാജ്യമായ റഷ്യ ഒരു ചെറിയ ദ്വീപ് രാജ്യമായ ജപ്പാന്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നതും റഷ്യയെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ നാണക്കേടായിരുന്നു. അങ്ങനെ രാജ്യത്ത് തന്നെ സർ ഭരണത്തിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അമർഷമുണ്ടാവാനായിട്ട് തുടങ്ങി. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്തു? 1905 ജനുവരി 9 ജനങ്ങൾ എന്ത് ചെയ്തു? അവരെല്ലാവരും കൂടി തടിച്ചുകൂടി സെന്റ് പീറ്റേഴ്സ്ബർഗിലെ നിക്കോളസ് രണ്ടാമന്റെ കൊട്ടാരത്തിന് ചുറ്റും കൂടി. നിക്കോളസ് രണ്ടാമൻ തൻ്റെ സൈന്യത്തെ അവർക്കെതിരെ നിയോഗിച്ചു. അങ്ങനെ സൈന്യം എന്ത് ചെയ്തു? തൊഴിലാളികളെ അടിച്ചമർത്തി അവരെ അവിടുന്ന് പിരിച്ചുവിടാനായിട്ട് ശ്രമിച്ചു.
അങ്ങനെ ആ ഉണ്ടായ ലഹളയിൽ അടിച്ചമർത്തലിൽ 1000-ഓളം തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഇപ്പം ഈ സംഭവം റഷ്യയിലെങ്ങും അറിയപ്പെട്ട പേരാണ് രക്തരൂഷിത ഞായറാഴ്ച. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ബ്ലഡി സൺഡേ എന്നാണ് ഈ ഒരു സംഭവം റഷ്യയിൽ അറിയപ്പെട്ടത്. ഇതേ തുടർന്ന് റഷ്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവം കൂടുതൽ ശക്തി പ്രാപിച്ചു. പല സ്ഥലങ്ങളിലും പൊതു പണിമുടക്കുകൾ നടത്തി, ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ജനങ്ങൾ വളരെ അക്രമാസക്തമായി തീരുകയും അവസാനം റഷ്യയിലെ ചക്രവർത്തിക്ക് ചെറിയ വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ചെറിയ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരികയും അങ്ങനെ ഡ്യൂമ എന്ന് പറയുന്ന, ഓർത്ത് വെച്ചോണേ, ഡ്യൂമ എന്ന് പറയുന്ന ഒരു പാർലമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പാർലമെന്റ് കൂടിയ അന്ന് തന്നെ എന്ത് ചെയ്തു, അത് പിരിച്ചുവിടേണ്ടി വരികയും വീണ്ടും സർ ചക്രവർത്തി തന്നെ അധികാരം തുടരുകയും ചെയ്തു. 1917 മാർച്ച് 8-ന് 90,000-ഓളം വരുന്ന തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരത്തിൽ തടിച്ചുകൂടി സമര പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. പക്ഷേ സർ ചക്രവർത്തി സൈന്യത്തെ വിട്ടയച്ച് ഈ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താനായിട്ട് നിയോഗിച്ചു. പക്ഷെ ഇത്തവണ എന്ത് ചെയ്തില്ല, സൈന്യം തൊഴിലാളികളെ അടിച്ചമർത്തുന്നതിന് പകരം സൈന്യം തൊഴിലാളികളോടൊപ്പം ചേരുകയും അങ്ങനെ അവര് പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുക്കുകയും പിന്നീട് മോസ്കോ നഗരവും കൂടി പിടിച്ചെടുത്തു. അപ്പൊ ഇതോടുകൂടി ചക്രവർത്തിക്ക് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരികയും അങ്ങനെ മാർച്ച് 15-ന് എന്ത് ചെയ്തു, മെൻഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള കെരൻസ്കിയുടെ നിയന്ത്രണത്തിന് കീഴിൽ അല്ലെങ്കിൽ കെരൻസ്കിയുടെ നേതൃത്വത്തിന് കീഴിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് റഷ്യയിൽ വന്നു. അപ്പൊ നമുക്കറിയാം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്ന 1-ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് വരികയും കെരൻസ്കി 1-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യ തുടർന്നു പോകണം അല്ലെങ്കിൽ റഷ്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ റഷ്യയിലെ ജനങ്ങൾ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അവിടുത്തെ ജനങ്ങൾ. അവരുണ്ടായിരുന്ന തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരാണ്. യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവർക്ക് വൈമനസ്യം കാണിക്കുകയും ചെയ്തു. അവരുടെ ആവശ്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഭൂമി, ഭക്ഷണം, സമാധാനം. ഇത്രയും കാര്യങ്ങളായിരുന്നു റഷ്യയിലെ ജനങ്ങൾ കെരൻസ്കിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടക്കാല ഗവൺമെന്റിന്റെ സമയത്തും അതിനു മുമ്പ് സർ ചക്രവർത്തിമാരുടെ സമയത്തും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ പെടുന്നതാണ് എന്താ? ഭൂമി, ഭക്ഷണം, സമാധാനം. ഇങ്ങനെ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഇടക്കാല ഗവൺമെന്റ് വന്നിരിക്കുന്ന സമയത്താണ് ബോൾഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള ലെനിൻ ഒളിവിൽ പോരുന്ന സ്വിറ്റ്സർലൻഡിലായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ നിന്നും അദ്ദേഹം തിരിച്ചു വരികയും അദ്ദേഹം ബോൾഷെവിക്കുകളെ സംഘടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു, മെൻഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള കെരൻസ്കിയെ ഇടക്കാല ഗവൺമെന്റ് അട്ടിമറിച്ചു, അല്ലെങ്കിൽ ഇടക്കാല ഗവൺമെന്റിന് എതിരെ പ്രവർത്തിക്കുകയും ആ ഇടക്കാല ഗവൺമെന്റ് നിന്നു പോവുകയും അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുവാണ്, ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ ശക്തിയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുക, കൃഷിഭൂമി കർഷകർക്ക് നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ബോൾഷെവിക്കുകൾ കെരൻസ്കിക്ക് എതിരായിട്ട്, അതായത് നമ്മൾ പറഞ്ഞു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു, കെരൻസ്കിക്ക് എതിരായിട്ട് അണിനിരക്കുകയും അങ്ങനെ 1917 നവംബർ 7-ന് കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗവൺമെന്റ് തകർന്നു വീഴുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ് എന്നൊരു സംഘടന രൂപീകരിക്കുകയും അങ്ങനെ ലെനിൻ പിന്നീട് അധികാരത്തിൽ വരികയും ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്നത് ആരാണ്? ലെനിൻ അധികാരത്തിൽ വരികയാണ്. അപ്പൊ ഈ ഒരു സംഭവം 1917 നവംബർ 7 ഞാൻ പറഞ്ഞത്. പക്ഷേ റഷ്യൻ കലണ്ടർ അനുസരിച്ച്, ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ഇത് നടന്നത് ഒക്ടോബർ 25-നായിരുന്നു. അതുകൊണ്ട് ഈ സംഭവം അറിയപ്പെടുന്ന പേരാണ് ഒക്ടോബർ വിപ്ലവം എന്നാണിത് അറിയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കണേ, ഒക്ടോബർ വിപ്ലവം. നോട്ട് ഞാൻ തരാം. അപ്പൊ ഈ സംഭവം അറിയപ്പെടുന്ന പേരാണ് ഒക്ടോബർ വിപ്ലവം. അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് പിന്നീട് അധികാരത്തിൽ വരുന്ന ആരാണ്? ബോൾഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള ലെനിൻ ആണ് അധികാരത്തിൽ വരുന്നത്. അധികാരം നേടിയതിനു ശേഷം ജർമ്മനിയുമായി ഉണ്ടാക്കിയ ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടി പ്രകാരം 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിൻവാങ്ങി. പിന്നെ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. 1922 റഷ്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് USSR നിലവിൽ വന്നു.
അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ലെനിനെ കുറിച്ചും പഠിക്കാനുണ്ട്. ലെനിനെ നമുക്കറിയാം 1917 നവംബർ 7 അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവത്തിലൂടെ അധികാരമേറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം എന്ത് ചെയ്തു? റഷ്യയെ ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? നയിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ ലെനിനാണ് നമ്മൾ കേട്ടിട്ടുണ്ട് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ളത് കൈച്ചങ്ങലകൾ മാത്രം, നേടുവാനുള്ളതോ ശോഭനമായൊരു ലോകം, അല്ലെ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ റഷ്യൻ ബോൾഷെവിക്കുകളുടെ നേതാവായിരുന്നു ലെനിൻ. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും റഷ്യൻ ഫെഡറേഷൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ ആദ്യത്തെ പ്രീമിയർ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ലെനിനാണ്. ഓക്കെ, വ്ളാഡിമിർ ഇല്ലോനിച്ച് ലെനിൻ എന്നാണ് ലെനിൻ്റെ മുഴുവൻ പേര്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് റഷ്യൻ റെവല്യൂഷനിൽ പഠിക്കാനുള്ളത്. ഇനി ഈ റഷ്യൻ റെവല്യൂഷൻ ഏതൊക്കെ ഭാഗം ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വെക്കണേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് അതനുസരിച്ച് പഠിച്ചു പോകാം. ആദ്യത്തെ ചോദ്യം നോക്കിയേ, റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാവുന്നതാണ്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവ സമയത്തെ ചക്രവർത്തി, അപ്പോൾ ഓർക്കുക സർ ഭരണമാണ് റഷ്യയിലെ. സർ ചക്രവർത്തിമാർ എന്നറിയപ്പെടുന്ന റഷ്യയിലെ ഭരണാധികാരികളായിരുന്നു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, സർ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ റഷ്യയിലെ ഭരണാധിപന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് സർ ചക്രവർത്തി. അപ്പം റഷ്യൻ വിപ്ലവ സമയത്തെ ചക്രവർത്തി ആരാന്ന് ചോദിച്ചാരാണ്? സർ നിക്കോളസ് രണ്ടാമനാണ്. സർ നിക്കോളസ് രണ്ടാമൻ. റഷ്യൻ വിപ്ലവ സമയത്തെ പ്രധാന മുദ്രാവാക്യങ്ങൾ, അപ്പം ഭൂമി, ഭക്ഷണം, സമാധാനം, യുദ്ധം അവസാനിപ്പിക്കുക, കൃഷിഭൂമി കർഷകർക്ക്, ഇതൊക്കെയായിരുന്നു റഷ്യൻ വിപ്ലവ സമയത്തെ പ്രധാന മുദ്രാവാക്യം. ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഭൂമി, ഭക്ഷണം, സമാധാനം എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവത്തിൻ്റെതാണെന്ന് ചോദിച്ചതാണ്? റഷ്യൻ വിപ്ലവമാണ്. അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുക, കൃഷിഭൂമി കർഷകർക്ക് എന്നുള്ള മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് റഷ്യൻ വിപ്ലവമാണ്. നെക്സ്റ്റ്, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി പിരിഞ്ഞുണ്ടായ പാർട്ടികൾ ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. ഓക്കെ, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി പിരിഞ്ഞുണ്ടായ പാർട്ടികളാണ് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. മെൻഷെവിക്കുകളുടെ നേതാവാണ് കെരൻസ്കി, അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയും. ഓക്കെ, അലക്സാണ്ടർ കെരൻസ്കി. ബോൾഷെവിക്കുകളുടെ നേതാവ് ലെനിൻ. ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കൂടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കെരൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെന്റ് രൂപം കൊണ്ട സംഭവം അറിയപ്പെടുന്നത്? കെരൻസ്കിയുടെ നേതൃത്വത്തിൽ നമ്മൾ പറഞ്ഞു 1917 ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപം കൊണ്ടു, അല്ലെ? 1917 മാർച്ച് 15 ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപം കൊണ്ടത്. ആ സംഭവം അറിയപ്പെടുന്ന പേരാണ് ഫെബ്രുവരി വിപ്ലവം. അപ്പൊ മാർച്ച് 15 രൂപം കൊണ്ടെങ്കിൽ എങ്ങനെ ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടും? കാരണം മാർച്ച് 15 പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കലണ്ടർ പ്രകാരമാണ്. അവിടെ ഏതാണ്? ജൂലിയൻ കലണ്ടറാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ റഷ്യൻ കലണ്ടർ അല്ലെങ്കിൽ ജൂലിയൻ കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരി മാസത്തിലായിരുന്നു. അതുകൊണ്ട് അത് അറിയപ്പെടുന്ന പേരാണ് ഫെബ്രുവരി വിപ്ലവം. താൽക്കാലിക ഗവൺമെന്റിനെ എതിർത്തത്, അതായത് കെരൻസ്കിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട താൽക്കാലിക ഗവൺമെന്റിനെ എതിർത്തത് ആരാണ്? ബോൾഷെവിക്കുകളാണ്. അല്ലെങ്കിൽ ലെനിൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. ബോൾഷെവിക്കുകൾ അധികാരം ഏറ്റെടുത്ത സംഭവം അറിയപ്പെടുന്ന പേരാണ് ഒക്ടോബർ വിപ്ലവം. ഈ രണ്ട് വിപ്ലവങ്ങളും മാറിപ്പോരുത്. ഫെബ്രുവരി വിപ്ലവം എന്താണ്? കെരൻസ്കി അധികാരം ഏറ്റെടുത്ത് ഇടക്കാല ഗവൺമെന്റ് കൊണ്ടുവന്നു. ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞാൽ ലെനിൻ അധികാരം ഏറ്റെടുത്ത സംഭവമാണ്. ഒക്ടോബർ വിപ്ലവം നടന്നത് 1917 ഒക്ടോബർ 25. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 1917 നവംബർ 7 എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്? ജൂലിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 25. ഓക്കെ, ഇത് പഠിച്ചു വെക്കണേ. 1917 ഒക്ടോബർ 25 ഒക്ടോബർ വിപ്ലവം നടന്നത്. ഡ്യൂമ എന്ന പാർലമെന്റ് രൂപീകരിച്ചത് എവിടെ? ഇത് ഓർത്ത് വെച്ചേക്കണം. ഡ്യൂമ ചോദിച്ചിട്ടുണ്ട്. ഡ്യൂമ എന്ന പാർലമെന്റ് രൂപീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് റഷ്യയിലാണ്. PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത്. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? റാസ്പുടിൻ ആണ്. വേറൊരു പേരും കൂടിയുണ്ട്, വിശുദ്ധനായ പിശാച്. ഓക്കെ, തെമ്മാടിയായ സന്യാസി, വിശുദ്ധനായ പിശാച് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന റഷ്യയിലെ കുപ്രസിദ്ധനായ സന്യാസി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഗ്രിഗറി യെഫിമോവിച്ച് റാസ്പുടിൻ ആണ്. അപ്പൊ ഇത് ഇത്രയും പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, റാസ്പുടിൻ എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സോഷ്യലിസ്റ്റ് റഷ്യയുടെ പിതാവ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയർ, മറ്റൊരു മുൻവർഷ ചോദ്യമാണ്.
ഇത് രണ്ടും ആരാണ്? വ്ളാഡിമർ ഇല്ലിച്ച് ലെനിൻ. ലെനിൻ എന്ന് പഠിച്ചു വെക്കുക. വ്ളാഡിമർ ഇല്ലിച്ച് ലെനിൻ എന്നുള്ളതാണ് മുഴുവൻ പേര്. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകളുടെ റെഡ് ആർമി രൂപീകരിച്ചത്, അല്ലെങ്കിൽ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ചുവന്ന സൈന്യം രൂപീകരിച്ചത് ആരാണ്? അതും ലെനിനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചെടുക്കുക. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റഷ്യൻ വിപ്ലവത്തെ കുറിച്ചാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ബോർഡിൽ എഴുതി. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക, പഠിക്കുക. അപ്പോൾ ഇപ്പം 18-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവർക്കാണെങ്കിൽ അവരൊന്ന് വായിച്ചു പോവുക. നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 10-ാം തീയതി എക്സാം നടന്നവരുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യണം, പഠിക്കുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ വായിച്ചു പോകാനല്ല. 10th പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ നമ്മളൊരു പ്രത്യേകത കണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തവർക്കാണെങ്കിൽ 2, 3, 4 എക്സാം വളരെ സിമ്പിളായിട്ട് തോന്നിയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചത്, ഇനിയും അതേപോലെ പഠിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും ഇനി 18-ാം തീയതി വരുന്ന പരീക്ഷ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഈ ടോപ്പിക്ക് പഠിക്കുക. ഡിഗ്രി ലെവൽ എക്സാമിനേഷനും കൂടി വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഉള്ളവരോട് ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ തീർച്ചയായിട്ടും റിവിഷൻ ചെയ്തിരിക്കും. കാരണം ഇപ്പോൾ +2-ന് വേണ്ടി കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമ്മൾ മധ്യകാല ഇന്ത്യയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി കുറച്ച് ടോപ്പിക്സ് ആ ഒരു മെയ് 22 ആകുമ്പോഴത്തേക്കും വരുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വിശ്വാസം. സോ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, നമുക്കിതെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്